നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയം വരെയുള്ള ജില്ലകളുടെ അനലൈസ് നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയെ പറ്റിയാണ്. ആലപ്പുഴ ജില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ജില്ലയാണ്. കാരണം ജി സുധാകരൻ എന്ന CPM-ന്റെ പ്രമുഖനായ നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന ആൾ ഇപ്പോൾ CPM-ൽ നിന്നും മാറി അവർക്കെതിരെ തന്നെ മത്സരിച്ച് അവരെ ഒരു വിമത ശബ്ദമായി അവിടെ മാറിയിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ജില്ലയെ ഏറ്റവും സെൻസേഷണലായ ഈ തെരഞ്ഞെടുപ്പിലെ ചിത്രമാക്കി മാറ്റുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ വലിയ രീതിയിലാണ് CPM-ന്റെ കോട്ടകളിൽ നിന്നും വോട്ട് ചോർന്നു പോയിട്ടുള്ളത്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമാവുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ പരാജയം നേരിട്ട ജില്ല കൂടിയാണ് ആലപ്പുഴ. ഇടതു കോട്ടയായിട്ടാണ് നിലവിൽ ആലപ്പുഴ ജില്ലയുള്ളത്. അതിൽ നിന്നും വിഭിന്നമായി, അതിൽ നിന്നൊരു മാറ്റമുണ്ടാക്കി ഒരു UDF-ന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ പ്രത്യേകിച്ചും കോൺഗ്രസിനെ കൊണ്ട് കഴിയുമോ എന്നുള്ള ചോദ്യവും അവിടെ പ്രസക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചയാക്കപ്പെട്ട ജില്ല തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. എന്താവും ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി അരൂർ മണ്ഡലമാണ്. ഷാനിമോൾ ഉസ്മാനാണ് കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. CPM-ന് വേണ്ടി ദലീമ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ദലീമ തന്നെയായിരുന്നു CPM സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആണ്. BDJS ആണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായി ദലീമ നേടിയത് 75,617 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാൻ 68,604 വോട്ട് നേടി. ഇത്തവണ അതേ ഷാനിമോൾ ഉസ്മാനിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. BDJS-ന് 17,000 ചില്ലാനം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മണ്ഡലം കൂടിയാണ് ഈ അരൂർ മണ്ഡലം എന്നുള്ളത്. 2019 ഒരു ബൈ ഇലക്ഷൻ ഇവിടെ നടന്നിരുന്നു. അന്നത്തെ ബൈ ഇലക്ഷനിൽ ഷാനിമോൾ ഉസ്മാൻ വിജയിച്ച മണ്ഡലം കൂടിയാണ്. അതായത് അന്നത്തെ ബൈ ഇലക്ഷനിൽ ഷാനിമോൾ ഉസ്മാൻ 69,000 ചില്ലാനം വോട്ട് നേടിക്കൊണ്ട് CPM-ലെ മനു C പുളിക്കലിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ അന്നത്തെ ഷാനിമോൾ ഉസ്മാനിന്റെ ഭൂരിപക്ഷം 2,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 AM ആരിഫായിരുന്നു അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരിഫ് പിന്നീട് MP ആയതോട് കൂടിയിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്നാണ് ഷാനിമോൾ ഉസ്മാൻ അവിടെ വിജയക്കൊടി പാറിച്ചത്. 2016 AM ആരിഫിന്റെ ഭൂരിപക്ഷം 38,519 വോട്ടിൻ്റെതാണ്. CR ജയപ്രകാശിനെയാണ് കോൺഗ്രസിന്റെ അന്നത്തെ പരാജയപ്പെടുത്തിയത്. പക്ഷെ അന്ന് BDJS-ന് 27,000 ചില്ലാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. 2011 തെരഞ്ഞെടുപ്പിൽ ആരിഫ് തന്നെയായിരുന്നു വിജയിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം 16,852 വോട്ട്. അഥവാ 2011 ആരിഫിന് 16,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ മണ്ഡലം 2016 ആരിഫിന്റെ ഭൂരിപക്ഷം 38,000 ചില്ലാനം. അത് ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് അട്ടിമറിയിലൂടെ വിജയം കരസ്ഥമാക്കി. അന്ന് കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 2,000 ചില്ലാനം. പക്ഷേ വീണ്ടും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും മണ്ഡലം പോകുന്നു. ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുന്നു. ആ പരാജയപ്പെടലിൽ നിന്നുള്ളത് 7,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. ഇത്തവണയും ഷാനിമോൾ ഉസ്മാനും നിലവിലുള്ള അവിടുത്തെ സിറ്റിംഗ് MLA ആയ ദലീമയും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടമാണ് അരൂർ മണ്ഡലത്തിൽ കണ്ടത്. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമായി ഇത് മാറുമോ? ഷാനിമോൾ ഉസ്മാൻ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. പക്ഷേ പരമ്പരാഗതമായി CPM-ന് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. അത്തരം ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ 7,000 ചില്ലാനം എന്നുള്ള ഭൂരിപക്ഷം അത് മറികടന്നുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ ഒരു വിജയം നേടുമോ എന്നുള്ള ചോദ്യമാണ് അരൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഇനി ചേർത്തല മണ്ഡലത്തെ പറ്റിയാണ്. P. പ്രസാദ് സിറ്റിംഗ് MLA തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. KR രാജേന്ദ്ര പ്രസാദാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. BDJS-നും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ P. പ്രസാദ് 83,000 ചില്ലാനം വോട്ട് നേടിയ മണ്ഡലമാണ്. അഥവാ അന്നത്തെ P. പ്രസാദിന്റെ ഭൂരിപക്ഷം നിലവിലുള്ള മന്ത്രി കൂടിയാണ്, കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള P. പ്രസാദിന്റെ
2021 തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം അന്ന് പി പ്രസാദ് നേടിയത് 83,702 വോട്ടാണ്. കോൺഗ്രസിന്റെ എസ് ശരത് നേടിയത് 77,554 വോട്ടാണ്. BDJS 15,000-നടുത്ത് വോട്ടും മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ ഭൂരിപക്ഷം 6,148 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലവിലെ മന്ത്രി കൂടിയായിട്ടുള്ള പി പ്രസാദിന് കിട്ടിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും പി പ്രസാദ് തന്നെയാണ് CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി രാജേന്ദ്ര പ്രസാദും മത്സരിക്കുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പി തിലോത്തമനാണ് CPI സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. അന്ന് എസ് ശരത്തിനെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 7,196 വോട്ടിൻ്റെതായിരുന്നു. അഥവാ 2016 പി തിലോത്തമൻ എന്ന CPI സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 7,196 വോട്ടിൻ്റെതാണ്. 2011 പി തിലോത്തമൻ തന്നെയായിരുന്നു CPI സ്ഥാനാർത്ഥി. അന്നത്തെ ഭൂരിപക്ഷം 18,315 വോട്ടിൻ്റെതാണ്. അതായത് 2011 18,315 വോട്ടിന്റെ ഭൂരിപക്ഷം CPIക്ക് മണ്ഡലത്തിൽ ലഭിച്ചപ്പോൾ 2016 ആ ഭൂരിപക്ഷം 7,196 കുറയുന്നുണ്ട്. പക്ഷെ വീണ്ടും 2021 വരുമ്പോൾ അത് 6,148 മാറുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും പി പ്രസാദിനെ മറിച്ചുകൊണ്ടൊരു വിജയം നേടാൻ, മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ നിലവിലുള്ള ഒരു സാഹചര്യത്തിലുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നുള്ളതാണ് ചേർത്തല മണ്ഡലത്തെ പറ്റി പറയേണ്ടത്. നിലവിലുള്ള അവസ്ഥയിൽ LDFന് തന്നെയാണ് മണ്ഡലത്തിൽ മുൻതൂക്കമുള്ളത്. ഇനി ആലപ്പുഴ മണ്ഡലത്തെ പറ്റിയാണ്. പി ചിത്രരഞ്ജൻ CPMന്റെ സമുന്നത നേതാവാണ്. അദ്ദേഹം തന്നെയാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA ആണ്. കോൺഗ്രസിന് വേണ്ടി AD തോമസ് ആണ് സ്ഥാനാർത്ഥി. BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ പി ചിത്രരഞ്ജൻ നേടിയത് 73,412 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ ഡോക്ടർ KS മനോജ് ആയിരുന്നു സ്ഥാനാർത്ഥി. 61,768 വോട്ടാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയത്. BJPക്ക് 21,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അന്നത്തെ പി ചിത്രരഞ്ജൻ എന്ന CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 11,644 വോട്ടാണ്. 2016 തോമസ് ഐസക് ആണ് മണ്ഡലത്തിൽ വിജയിച്ചത്. അന്ന് തോമസ് ഐസക് CPM നേതാവായ തോമസ് ഐസക് കോൺഗ്രസിലെ ലാലി വിൻസെന്റിനെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ തോമസ് ഐസക്കിന്റെ ഭൂരിപക്ഷം 31,032 വോട്ടിൻ്റെതാണ്. 2011 തോമസ് ഐസക് തന്നെയാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചത്. അന്ന് തോമസ് ഐസക്കിന്റെ ഭൂരിപക്ഷം 16,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ 2011 തോമസ് ഐസക് 16,000 ചില്ലാനം വോട്ടിന് വിജയിക്കുന്നു. 2016 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് 83,000 ചില്ലാനം വോട്ട് നേടി. അന്നത്തെ 31,000-ആയി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രരഞ്ജന്റെ ഭൂരിപക്ഷം 11,000 ചില്ലാനമായിട്ട് കുറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴ മണ്ഡലത്തിൽ മറ്റൊരു സാധ്യതകൾ നിലവിലുള്ള അവസ്ഥയിൽ കാണുന്നില്ല. വലിയ UDF തരംഗമുണ്ടായാലല്ലാതെ മറ്റൊരു സാധ്യതയും നിലവിലുള്ള അവസ്ഥയിൽ സാധ്യമല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പി ചിത്തരഞ്ജനെ തന്നെയാണ് മണ്ഡലത്തിൽ മുൻതൂക്കം. ഇനി വിമത ശബ്ദമായി സുധാകരൻ വന്ന അമ്പലപ്പുഴ മണ്ഡലമാണ്. അമ്പലപ്പുഴ സുധാകരന്റെ പഴയ തട്ടകമാണ്. ഇത്തവണ UDFന് വേണ്ടി സുധാകരൻ മത്സര രംഗത്തിറങ്ങി. CPMുമായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ചു. വലിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. CPMന് വേണ്ടി സിറ്റിംഗ് MLA H സലാം തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. H സലാമിനെ കുറിച്ച് SDPI നോമിനി എന്നുള്ള വിമർശനമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കും അവിടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം H സലാം 2021 തെരഞ്ഞെടുപ്പിൽ 61,365 വോട്ട് നേടിയ മണ്ഡലമാണ്. കോൺഗ്രസിന്റെ M ലിജുവിന് അന്ന് നേടിയത് 50,240 വോട്ടാണ്. BJPക്ക് 22,000-ൽ കൂടുതൽ വോട്ട് അന്ന് നേടിയിട്ടുണ്ട്. SDPIക്കും അത്യാവശ്യം വോട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ അന്നത്തെ H സലാമിന്റെ ഭൂരിപക്ഷം 11,125 വോട്ടിൻ്റെതായിരുന്നു. 2016 സുധാകരൻ, ഇന്ന് കോൺഗ്രസിന് UDFന് വേണ്ടി മത്സരിച്ച മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സുധാകരൻ CPMന് വേണ്ടി മത്സരിച്ചപ്പോൾ അദ്ദേഹം അന്ന് നേടിയ ഭൂരിപക്ഷം 22,621 വോട്ടായിരുന്നു. 2011 സുധാകരന്റെ ഭൂരിപക്ഷം 16,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അഥവാ 2011 സുധാകരൻ 16,000 ചില്ലാനം വോട്ടിന് വേണ്ടി CPMന് വേണ്ടി വിജയിക്കുന്നു. 2016 സുധാകരൻ 22,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൽ
CPM-ന് വേണ്ടി പിടിച്ചെടുക്കുന്നു. 2021 സുധാകരനെ മാറ്റി എച്ച് സലാമിനെ CPM കൊണ്ടുവരുന്നു. അന്നത്തെ ഭൂരിപക്ഷം 11,000 ചില്ലാനം. ഈ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരനും മണ്ഡലത്തിന്റെ തന്റെ തട്ടകമായി ഒരുപാട് കാലം നിലനിർത്തിയിരുന്ന ജി സുധാകരനും എച്ച് സലാമും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ഈ മത്സരത്തിൽ ജി സുധാകരൻ അട്ടിമറിക്കുമോ അല്ലെങ്കിൽ എച്ച് സലാം നിലനിർത്തുമോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. നേരിയ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പൊതുവെയുള്ള സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലും CPM വിലയിരുത്തലായി വന്നിട്ടുള്ളത്. ചെറിയ ഭൂരിപക്ഷത്തിന് കടന്നു കയറുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നുള്ളത്. എങ്കിലും അതിശക്തമായ മത്സരം തന്നെയാണ്. പക്ഷേ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിലവിൽ സുധാകരന് അട്ടിമറിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും SDPI കൂടി ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സുധാകരനെ മറികടന്നുകൊണ്ട്, പ്രത്യേകിച്ചും ഇത്രയും പ്രായമായ സുധാകരൻ വീണ്ടും മത്സര രംഗത്തിറങ്ങുന്നു എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് CPM-ന് അകത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും അത് മറികടന്നുകൊണ്ട് എച്ച് സലാം മണ്ഡലം നിലനിർത്തും. സുധാകരൻ അമ്പലപ്പുഴ സുധാകരന് മറിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇനി കൂട്ടനാട് മണ്ഡലത്തെ പറ്റിയാണ്. NCP സ്ഥാനാർത്ഥിയാണ് LDF-ന് വേണ്ടി മത്സരിക്കുന്നത്. തോമസ് കെ തോമസ് ആണ് സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ രജി ചെറിയാനാണ് UDF-ന് വേണ്ടി മത്സരിക്കുന്നത്. BDJS-നും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ തോമസ് കെ തോമസ്, NCPയുടെ തോമസ് കെ തോമസ് നേടിയത് 57,379 വോട്ടാണ്. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ജേക്കബ് എബ്രഹാം നേടിയത് 51,863 വോട്ടാണ്. BDJS-ന് 15,000-നടുത്ത് വോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ NCPയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 5,516 വോട്ടിൻ്റെതാണ്. 2016 തെരഞ്ഞെടുപ്പിൽ NCP സ്ഥാനാർത്ഥിയായ തോമസ് ചാണ്ടി വിജയിച്ച മണ്ഡലമാണ്. 50,000 ചില്ലാനം വോട്ട് നേടിക്കൊണ്ട് അന്ന് കേരള കോൺഗ്രസ് മാണിയെയാണ് NCP പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം 4,891 വോട്ട്. ഇതാണ് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളത്. 2011 വരുമ്പോൾ അന്നത്തെ തോമസ് ചാണ്ടി NCPക്ക് വേണ്ടി നേടിയത്, കേരള കോൺഗ്രസ് മാണിയെ പരാജയപ്പെടുത്തിയത് മണ്ഡലത്തിൽ 7,971 വോട്ടിനാണ്. അഥവാ ഒരു UDF അനുകൂലമായ സാഹചര്യത്തിൽ പോലും മണ്ഡലം LDF-ന്റെ കൂടെ നിന്ന ഒരു ചരിത്രമാണ് കൂട്ടനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഭൂരിപക്ഷം എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പിലും 2011 7,971, 2016 അത് 4,891, 2021 അത് 5,516. നിലവിലുള്ള സാഹചര്യത്തിലും അതിശക്തമായ മത്സരം നടന്നു എന്ന് പറയാം. 2011 മുതൽ മണ്ഡലം തങ്ങളെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം മുൻതൂക്കം നൽകുന്ന ഘടകം. ഇനി രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാടിനെ കുറിച്ചാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ CPI സ്ഥാനാർത്ഥിയായ TT ജിസ്മനാണ് മത്സരിക്കുന്നത്. BJPയുടെ സന്ദീപ് വചസ്പതിയും അവിടെ മത്സരിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല അവിടെ നേടിയ വോട്ട് 72,768 വോട്ടാണ്. അന്ന് CPIയുടെ അഡ്വക്കേറ്റ് രാജൻ സജിലാൽ 59,102 വോട്ട് നേടി. BJPക്ക് 18,000 ചില്ലാനം വോട്ടും ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 13,666 വോട്ടിൻ്റെതാണ്. 2016 രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 18,621 വോട്ടാണ്. അന്ന് P പ്രസാദിനെയാണ് രമേശ് ചെന്നിത്തല പരാജയപ്പെടുത്തിയത്. 2011 രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം 5,520 വോട്ടിൻ്റെതാണ്. അതായത് 2011 മുതൽ രമേശ് ചെന്നിത്തല തന്നെ വിജയിക്കുന്ന മണ്ഡലം 2011 ഭൂരിപക്ഷം 5,520, 16 ഭൂരിപക്ഷം 18,621, 21 എത്തുമ്പോൾ ഭൂരിപക്ഷം 13,666. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സാഹചര്യങ്ങൾ അവിടെ കാണുന്നില്ല. ഹരിപ്പാട് മണ്ഡലം രമേശ് ചെന്നിത്തല തന്നെ നിലനിർത്താനാണ് എല്ലാ സാധ്യതകളും ഉള്ളത്. ഇനി CPM-ന്റെ വിവാദ MLA യു പ്രതിഭയുടെ തട്ടകമായ കായംകുളത്തെ പറ്റിയാണ്. യു പ്രതിഭ തന്നെയാണ് CPM-നെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത്. വലിയ വിവാദങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഈ കാലയളവിനുള്ളിൽ തന്നെ. കോൺഗ്രസിന് വേണ്ടി M ലിജു ആണ് മത്സരിക്കുന്നത്.
BDJS-നും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ യു പ്രതിഭ നേടിയത് 77,348 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ ഹരിത ബാബു നേടിയത് 71,050 വോട്ടാണ്. BDJS-ന് 11,000 ജില്ലാനം വോട്ട് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ യു പ്രതിഭയുടെ ഭൂരിപക്ഷം 6,298 വോട്ടിൻ്റെതാണ്. 2016 തെരഞ്ഞെടുപ്പിൽ യു പ്രതിഭയുടെ ഭൂരിപക്ഷം അന്നത്തെ 2016 തെരഞ്ഞെടുപ്പിൽ യു പ്രതിഭ പരാജയപ്പെടുത്തിയത് എം ലിജുവിനെ തന്നെയാണ്. അവർ തന്നെയാണ് ഇപ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥി. 11,857 വോട്ടിനാണ്. 2011 CK സദാശിവൻ CPM-ന്റെ CK സദാശിവൻ വിജയിച്ച മണ്ഡലമാണ്. അന്ന് സദാശിവൻ വിജയിച്ചത് കേവലം 1,315 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ്. അതായത് കായംകുളം മണ്ഡലം 2011 CPM-ന്റെ ഭൂരിപക്ഷം 1,315, 2016 അത് 11,857, 2021 എത്തുമ്പോൾ അത് 6,298. അപ്പോൾ 2011 UDF തരംഗത്തിൽ ഒരു 1000 ജില്ലാനം വോട്ടിന് മാത്രം UDF പരാജയപ്പെട്ട മണ്ഡലമാണ്. ഇപ്രാവശ്യവും എം ലിജു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രശസ്തമായ ഒരു മുഖമാണ്. അവർ തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങി അതിശക്തമായ മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. റിസൾട്ടുകൾ 2011 റിസൾട്ടാണ് 1000 ജില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം നൽകിയ മണ്ഡലം എന്നുള്ള ഒരു സാഹചര്യമാണ്. പക്ഷെ യു പ്രതിഭ എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ CPM നിലനിർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എം ലിജുവും യു പ്രതിഭയും നടക്കുന്ന ഇഞ്ചോടിഞ്ച് മത്സരമാണ് യഥാർത്ഥത്തിൽ കായംകുളത്ത് നടന്നിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മാവേലിക്കര മണ്ഡലമാണ്. CPM സ്ഥാനാർത്ഥി MS അരുൺകുമാർ, കോൺഗ്രസിനു വേണ്ടി അഡ്വക്കേറ്റ് മുതുര രാജ്, BJPയും മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ MS അരുൺകുമാർ 71,741 വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന്റെ KK ഷാജു ആണ് അന്ന് മത്സരിച്ചത്. 47,026 വോട്ടാണ് നേടിയത്. BJPക്ക് 30,000-ൽ കൂടുതൽ വോട്ടുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മാവേലിക്കരയിൽ CPM-ന്റെ ഭൂരിപക്ഷം MS അരുൺകുമാറിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 24,717 വോട്ടിൻ്റെതാണ്. 24,717 വോട്ട്. അപ്പോൾ 2026 അരുൺകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 24,000 ജില്ലാനം. 2016 R രാജേഷ് CPM-ന് വേണ്ടി വിജയിച്ചപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം 31,542 വോട്ട്. 2011 R രാജേഷ് തന്നെ വിജയിച്ചപ്പോൾ 5,149 വോട്ട്. അതായത് ഈ ഒരു UDF അനുകൂലമായ ട്രെൻഡ് ഉണ്ടായ സമയത്ത് പോലും മണ്ഡലം നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ LDF-ന് സാധിച്ചിട്ടുണ്ട്. 2011 ഭൂരിപക്ഷം 5,149, 2016 ഭൂരിപക്ഷം 31,542 വോട്ട്. 2021 എത്തുമ്പോൾ അത് 24,717. ഈ തെരഞ്ഞെടുപ്പിലും മറ്റൊരു സാധ്യതകൾ മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം കാണുന്നില്ല. MS അരുൺകുമാർ നിലനിർത്താൻ തന്നെയാണ് ഭൂരിഭാഗം സാധ്യതയും. ഇനി വിവാദ നായകൻ മന്ത്രി കൂടിയായ സജി ചെറിയാന്റെ ചട്ടകമായ ചെങ്ങന്നൂരിനെ കുറിച്ചാണ്. എബി കുര്യാക്കോസാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. സജി ചെറിയാൻ തന്നെയാണ് CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ സജി ചെറിയാന്റെ നേടിയത് 71,502 വോട്ടാണ്. അന്ന് കോൺഗ്രസിന്റെ M മുരളി നേടിയത് 39,403 വോട്ട്. BJP 34,000 ജില്ലാനം വോട്ടും ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം നേരിയ വോട്ടിൻ്റെതാണെന്നതാണ്. അപ്പോൾ അന്നത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ സജി ചെറിയാന്റെ ഭൂരിപക്ഷം 32,093 വോട്ടിൻ്റെതാണ്. 2018 ബൈ ഇലക്ഷൻ നടന്ന മണ്ഡലം, അന്ന് സജി ചെറിയാൻ ഭൂരിപക്ഷം D വിജയകുമാറിനെ പരാജയപ്പെടുത്തിയത് അന്ന് 20,956. 2016 KK രാമചന്ദ്രൻ നായർ CPM-ന് വേണ്ടി വിജയിച്ച മണ്ഡലം, അന്നത്തെ ഭൂരിപക്ഷം 8,013 എന്നുള്ളതാണ്. 2011 PC വിഷ്ണുനാഥാണ് അവസാനമായി കോൺഗ്രസിന് വേണ്ടി മണ്ഡലത്തിൽ വിജയിച്ചത്. അന്ന് PC വിഷ്ണുനാഥ് നേടിയ വിജയം CS സുജാതക്കെതിരെയാണ്. അന്നത്തെ 2011 തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 12,500 എന്നുള്ളതാണ്. അപ്പോൾ UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ 2011 PC വിഷ്ണുനാഥ് വിജയിച്ച മണ്ഡലമാണ് 12,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. 2016 അതിനുശേഷം ഉണ്ടായ ബൈ ഇലക്ഷനിലും 2021 സജി ചെറിയാൻ വിജയം നിലനിർത്തി. സജി ചെറിയാന്റെ ഏറ്റവും അവസാനത്തെ ഭൂരിപക്ഷം 32,000
93 വോട്ടാണ്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ സജി ചെറിയാനെ മറിച്ച് ഒരു അട്ടിമറി സാധ്യമാക്കി ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തി വിജയിക്കാൻ ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ കാര്യമാണ്, നടക്കാത്ത കാര്യമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ആലപ്പുഴ ജില്ലയിൽ കിട്ടിയത് ആകെ ഒരു സീറ്റാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമാണ് വിജയിക്കാനായത്. ബാക്കിയുള്ള 8 മണ്ഡലങ്ങളും LDFിനൊപ്പമാണ് നിന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ CPMനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. ആഭ്യന്തരമായ വിഷയങ്ങൾ മൂലം ജി സുധാകരനെ പോലെയുള്ള അവരുടെ സമുന്നതനായ നേതാവ് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് UDFന് വേണ്ടി മത്സര രംഗത്ത് ഇറങ്ങിയെന്നും പാർട്ടിക്കെതിരെ മത്സര രംഗത്ത് ഇറങ്ങിയെന്നും അത്തരം ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാട് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPIM അഭിമുഖീകരിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് BJP അവരുടെ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ആലപ്പുഴ ജില്ലയിൽ കാണാൻ പറ്റും. അഥവാ ഇരുഭാഗത്തും ഇത് CPMന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ തവണ 8 സീറ്റ് നേടിയ ജില്ലയിൽ 1 സീറ്റ് മാത്രം UDFന് നേടിയ ജില്ലയിൽ ഇത്തവണ ജി സുധാകരനെ പോലെയുള്ള പ്രമുഖനായ നേതാവ് എതിർപക്ഷത്ത് മത്സരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ നേരിയ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ജില്ലയിൽ LDFന് തന്നെ മേൽക്കൈമുണ്ടാവാനാണ് സാധ്യതകൾ കൂടുതലുള്ളത്. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ തിരിച്ചുവരവ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാത്ത സാഹചര്യമാണ് അവിടെയുള്ളത്. അതിന് അവരുടെ സംഘടനാ സാഹചര്യം മുതൽ മറ്റു പല ഘടകങ്ങളും ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു തരത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായി ഒരു UDF തരംഗമുണ്ടായാൽ പോലും ആലപ്പുഴ ജില്ലയിൽ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്താനാവില്ല. നേരിയ സാധ്യതകൾ മാത്രമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ അപ്പോഴും ഈ ആഭ്യന്തരമായ വിഷയങ്ങൾ CPMനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും പ്രതിഭ അവരുടെ വിവാദങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ, ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ LDFനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലുണ്ട്. എങ്കിൽ പോലും ജില്ലയിൽ LDF മേധാവിത്വം തുടരാൻ തന്നെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാ സാധ്യതകളും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നുള്ളത്. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 നേടിയപ്പോൾ ഇത്തവണ ചില്ലറ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ജില്ലയിലുള്ള ആധിപത്യം LDF തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.